പഠിക്കാൻ ഈ വിഷയത്തിൽ ധാരാളം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കവേ ചില നിർദ്ദിഷ്ട താല്പര്യത്തിന് വേണ്ടി, ചില പ്രത്യേകമായ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ ഇത് പറഞ്ഞു നടക്കുന്നത് കളവാണ്. ഇത് നിലവിലുള്ള ആളുകൾ പറയുന്നത് കളവാണ്. എന്തുകൊണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഓർമ്മപ്പിശകോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാതെ അങ്ങനെ അവർ പറയില്ല. അവർ കളവ് പറഞ്ഞുകൂടെ ആർക്കും വാദമില്ല. പക്ഷെ വസ്തുതകൾ പഠിക്കാൻ നിരവധി കാര്യങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കവേ അതൊന്നും പഠിക്കാതെ ഇതിങ്ങനെ ഏറ്റുപിടിച്ച് പറയുക എന്ന് പറയുന്നത് അത് ജഹലാണ്, അത് കിർബാണ്. ഈ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതെല്ലാം വളരെ വ്യക്തമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആർക്കും ഇതൊക്കെ ഇപ്പോഴും പഠിക്കാം. പഴയ കാലത്ത് 35-45 കൊല്ലം മുമ്പ് ഏതോ ദർസിൽ നോക്കി ഇപ്പോഴും പാടി നടക്കണ്ട, അന്ന് അതിന് പ്രശ്നമൊന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബഹളാണ് ഹബീബ നബിക്കെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളൊരു കളവുണ്ടാക്കല്ല ചെയ്യുന്നത്, നമ്മളത് പഠിച്ചൊരു സത്യത്തിൽ എത്തിച്ചേരുക. അപ്പോൾ ആ സത്യത്തിൽ എത്തിച്ചേർന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക സ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണല്ലോ ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹർ ആണ്, അൽ ഇമാമുൽ അക്ബർ ആണ് അസ്ഹറിന്റെ. ആ മനുഷ്യൻ തീർപ്പ് കൽപ്പിച്ച് പറയാണ്, ഒരിക്കലും ഈ വിഷയം 6-ന്റെയും 9-ന്റെയും ഇടയിലല്ല. ആയിഷ ബീവിയുടെ വിവാഹപ്രായം 18. ലോക പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ വ്യക്തിഹത്യ. ഇതാണ് വിഷയം. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തിരുദൂതരും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോൾ ആയിഷ ബീവിയുടെ വിവാഹപ്രായം, അന്നത്തെ പ്രായം 18 ചിലപ്പോൾ 20 മുകളിലാണ് എന്ന് എൻ്റെ അഭിപ്രായം. ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയും അത് പിന്നീട് വിവാദത്തിലേക്കും എന്നെക്കുറിച്ചുള്ള വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും വളരെ രൂക്ഷമായും വളരെ പരിധി വിട്ട ആക്ഷേപങ്ങളിലേക്കും വളരെ മോശപ്പെട്ട എഴുത്തുകളിലേക്കും സോഷ്യൽ മീഡിയയിലുള്ള പലതരം ബഹളങ്ങളിലേക്കും നയിക്കുകയും ചെയ്തു. ഈ വിവാദം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വസ്തുത പറഞ്ഞാലും അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല എന്ന നിലക്കാണ് ആ ബഹളങ്ങൾ തണുത്തതിന് ശേഷം ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പഠിക്കുന്നവർക്ക് വേണ്ടിയും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയും ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ അന്നേ തീരുമാനിക്കുകയും ആ വിഷയത്തിലുള്ള അധിക്ഷേപങ്ങളുടെ ബഹളം തൽക്കാലം സോഷ്യൽ മീഡിയയിൽ അടങ്ങുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നവർക്ക് വേണ്ടി, പഠിക്കുന്നവർക്ക് വേണ്ടി, വസ്തുതകൾ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നത്. ആയിഷ ബീവിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്തുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും വിശദീകരിക്കുക എന്നതാണ് ഈ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കിനെ ആസ്പദമാക്കി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ 6-ാം വയസ്സിൽ വിവാഹം ചെയ്തു, 9-ാം വയസ്സിൽ അവർ തമ്മിലുള്ള ദാമ്പത്യം ആരംഭിച്ചു എന്നുമൊക്കെയുള്ള വാക്കുകളാണ് പൊതുവെ നമ്മൾ കാലങ്ങളായി പലപ്പോഴും പൊതുവായി പറഞ്ഞു കേൾക്കുന്ന വിഷയം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമായി നിലനിൽക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, പുണ്യ റസൂലിന്റെ ഒരു ഹദീസ് അല്ല. ഞാൻ ആയിഷയെ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നത് 6-ാം വയസ്സിലാണ്. ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ആരംഭിക്കുന്നത് 9-ാം വയസ്സിലാണ് എന്ന ഒരു വാക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ലോകത്തെവിടെയും ലഭ്യമല്ല. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സനദിനെ കുറിച്ചൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ നമുക്കാർക്കും ഇല്ല. ഞാൻ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹദീസ് നിഷേധി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ചില വ്യക്തിവിരോധികൾ അവരായിരിക്കും അതിന് മുന്നിൽ നിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാത്ത ചില ആളുകൾ,
അതായത് കള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴത്തിന് കയറ് വിട്ട് എടുത്തോടി വന്ന ചില ആളുകൾ, അവരൊക്കെ ആയിരിക്കും അത് വല്ലാതെ ഇങ്ങനെ കത്തിച്ചത് അത് എന്ന് മനസ്സിലാവുന്നു. അപ്പൊ സാധാരണ പൊതുജനങ്ങൾ മനസ്സിലാക്കി എന്ത് റഹ്മത്തുള്ള ഖാസിമി ഹദീസ് നിഷേധിയായോ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പോൾ പിന്നെ പലതും അതിനെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു വാക്ക് അല്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിന് പിന്നെ മത്തിനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നിരിക്കുമ്പോൾ പിന്നെ അതിൽ ചർച്ചയില്ല. സനദ് മാത്രം നോക്കിയാൽ മതി, മത്തിനവിടെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്തുകൊണ്ട് ഇതാണ് ഹബീബായ റസൂലുള്ളാഹ്. പക്ഷെ ഇവിടെ ശരിക്ക് കാര്യങ്ങൾ പൊതുജനത്തെ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു വാക്ക് അല്ല. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിബുൽ വഹ്യായ ലോകത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യ നൽകിയ മഹാനായ മുസ്തു മുഹമ്മദ് മുസ്തഫ, തിരുവായ്ക്ക് എതിർവായില്ലാത്ത അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്ക് ഇന്ന് ലോകത്ത് എവിടെയും നിലനിൽക്കുന്നില്ല എന്ന പരമമായ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവർക്ക് വഹിയൊന്നുമില്ല. അതേസമയത്ത് അതിൻ്റെ സനദ് സഹീഹാണ്, അതിനിവിടെ തർക്കവും ഇല്ല. അപ്പൊ കേവലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. അത് പൊതുവായി പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയവുമാണ്. പക്ഷേ അതേ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം നടക്കുമ്പോൾ, ദാമ്പത്യം തുടങ്ങുമ്പോഴല്ല, വിവാഹം നടക്കുമ്പോൾ 16 വയസ്സായിരുന്നു എന്നും, അതേ സമയത്ത് ഭാര്യ ഭർത്തൃബന്ധം, ദാമ്പത്യ ബന്ധം ഒക്കെ ആരംഭിക്കുമ്പോൾ അവർക്ക് 19 വയസ്സിനും മുകളിലായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്ന അഭിപ്രായങ്ങൾ ലോകത്ത് വളരെ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നാമതായി പറയട്ടെ, ഈ അഭിപ്രായം പറയുന്ന ആളുകൾ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ, അല്ലാത്തവർ ധാരാളമുണ്ട്, പക്ഷെ അതേ സമയത്ത് അഹ്ലുസുന്നയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന, ലോകത്ത് ഇന്ന് എണ്ണപ്പെടുന്നതും ലോകത്ത് കഴിഞ്ഞു പോയവരിൽ തന്നെ പർവ്വത സമാനമായ വിജ്ഞാനം പേറി നടന്നിരുന്ന മഹാപണ്ഡിതന്മാരും ഇന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും വഹാബിസത്തോട് നിരന്തരമായി കലഹിക്കുകയും ഒരു കാരണവശാലും വഹാബിസത്തോട് ഒത്തുരാജിയാവരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്ത അഹ്ലുസുന്നയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന, ലോകം ഇന്ന് അംഗീകരിക്കുന്ന മഹാപണ്ഡിതന്മാർ അനവധിയാണ്. അതായത് 16 വയസ്സിലാണ് അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത് എന്നും, ദാമ്പത്യം ആരംഭിക്കുമ്പോൾ അതിനു മുകളിൽ 18, 19, 20 വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിലായിരുന്നു എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതന്മാർ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാർ പോലും നിരവധിയാണ് എന്നത് സത്യവും യാഥാർത്ഥ്യവുമാണ്. ഈജിപ്തിലെയും തുർക്കിയിലെയും സിറിയയിലെയും ഇന്ത്യയിലെയും മാലിക്കി, ഹനഫി, ഷാഫിഈ മദ്ഹബിലുള്ള ധാരാളം പണ്ഡിതന്മാരെ ഈ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ അഭിപ്രായത്തിന് ഈ പണ്ഡിതന്മാർ ആധാരമാക്കുന്ന ഗവേഷണ രീതികളും പഠനങ്ങളുമെല്ലാം പൂർണ്ണമായി അഹ്ലുസുന്നയുടെ രീതികളോടും പാരമ്പര്യ രീതികളോടും കൃത്യമായും നീതി പുലർത്തുന്നവരും, അഹ്ലുസുന്നയുടെ വീക്ഷണത്തിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്നവരും, അഹ്ലുസുന്നയുടെ വീക്ഷണം അനുസരിച്ച് തന്നെ ഗവേഷണം നടത്തുകയും ചെയ്യുന്ന മഹാപണ്ഡിതന്മാരാണ് ഈ പറയപ്പെട്ട മാലിക്കി, ഷാഫിഈ, ഹനഫി അടക്കമുള്ള അശ്അരി, മാതുരിദി വിഭാഗങ്ങളിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ എന്നത് വളരെ വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. പ്രത്യേകിച്ച് നിലവിലുള്ള അൽ-അസ്ഹറിന്റെ ഗ്രാൻഡ് മുഫ്തി മുതൽ ലോകമൊട്ടാകെയുള്ള രാജ്യങ്ങളിലുള്ള നിരവധി അഭിപ്രായ പണ്ഡിതന്മാർ ഈ അഭിപ്രായം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് അതേക്കുറിച്ച് ഒരല്പമെങ്കിലും പഠിക്കാൻ തുനിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്. ഒന്നാമതായി ലോക പ്രശസ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് അഹ്മദ് കരീം, അദ്ദേഹം അസ്ഹർ ഷരീഫിലെ അൽ ഫിഖ്ഹുൽ മുഖാറൻ അശ്ശരിയാത്തുൽ ഇസ്ലാമിയ
എന്ന വിഷയങ്ങളിലെല്ലാം ജാമിഅ അസ്ഹറിലെ പ്രധാനപ്പെട്ട പ്രൊഫസറാണ്. ലോകം അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ അതിപ്രധാനപ്പെട്ട പണ്ഡിതരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യുമ്പോൾ 16 വയസ്സായിരുന്നുവെന്നും അവർ നബിയോട് കൂടെ ചേർന്ന് ദാമ്പത്യം ആരംഭിക്കുമ്പോൾ 18നോ 19നോ 20നോ അല്ലെങ്കിൽ അതിനും മുകളിലായിരുന്നു എന്ന് വീക്ഷണം കൃത്യമായി വെച്ചു പുലർത്തുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മഹാപണ്ഡിതനായ ലോകപ്രശസ്ത സുന്നി പണ്ഡിതനായ അഹ്മദ് കരീമ. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാം, നിങ്ങൾ ഒന്ന് കേൾക്ക്. لا لا يا فندم، لا على فكرة عايز اقول لسيادتك حاجة. اللي بيروجوا اكذوبة ان السيدة عائشة رضي الله عنها تزوجها النبي وهي عندها 9 سنين، ما حصلش، كان عندها 18 سنة، لان السيدة عائشة كانت مخطوبة لواحد قبل الرسول لعلمك. ودي مفروض احنا يعني نعمل توعية للناس بيها. يعني ستنا عائشة كانت مخطوبة الرجل قبل الرسول. طب هل بقى الراجل راح خطبها عندها 5 سنين؟ خطبها وهي في سن اللفة؟ مش ممكن. مع ان تدخل الزواج زي السيدة عائشة عندهم هذا وحضرتك بتقول كان في سن ال 18 سنة. ده اللي حققناه علميا، وانا قلت لسيادتك ان السيدة عائشة كانت مخطوبة عدة سنوات قبل النبي محمد صلى الله عليه وسلم. طب لما اقول لي بقى كانت مخطوبة يبقى كان مخطوبة عندها كم سنة؟ 4 سنين يعني ولا 5 سنين؟ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് ഒരിക്കലും 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ ദാമ്പത്യം ആരംഭിച്ചു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ 18 വയസ്സെങ്കിലും ആ സാഹചര്യത്തിൽ ആയിഷ ബീവിക്ക് ഉണ്ടാവും എന്ന കാര്യം യാഥാർത്ഥ്യം സത്യവുമാണ് എന്ന് വളരെ വ്യക്തമായി ഈ മഹാപണ്ഡിതൻ, ഈ അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതൻ, ലോകം അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ നിലവിലുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ലോകത്തെ അനവധി അറബ് മാധ്യമങ്ങൾക്കും മറ്റും ഈ വിഷയത്തിൽ അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുകയും പരസ്യമായി പല സ്ഥലങ്ങളിലും അദ്ദേഹം ഈ വിഷയത്തിൽ ലേഖനം എഴുതുകയും സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ വീക്ഷണം സത്യവും യാഥാർത്ഥ്യവുമാണ് എന്ന് അസ്ഹറിലടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങളിലെ മഹാപണ്ഡിതന്മാർ അംഗീകരിക്കുന്ന സത്യവും യാഥാർത്ഥ്യവുമാണ്. 2022 ഈജിപ്തിലെ പ്രധാനപ്പെട്ട പത്രമായ അഖ്ബാറുൽ യൗം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താ സ്റ്റേറ്റ്മെന്റ്? അഹ്മദ് കരീം الرسول تزوج السيدة عائشة وعمرها 15 عاما بالدليل. പത്രത്തിന്റെ ഹെഡിംഗ് ആണ്. വളരെ കൃത്യമായി അഹ്മദ് കരീമ, മഹാപണ്ഡിതനായ അഹ്മദ് കരീമ വ്യക്തമാക്കുന്നു, സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്ന പ്രായം 18 വയസ്സ് തന്നെയാണ് എന്ന് സലക്ഷ്യം അഹ്മദ് കരീമ വ്യക്തമാക്കുന്നു എന്നാണ്. അഹ്മദ് കരീമ ഉസ്താദുൽ ഫിഖ്ഹിൽ മുഖാറൻ വശരീഅത്തുൽ ഇസ്ലാമിയ്യ ബിജാമിഅത്തുൽ അസ്ഹർ എന്ന് പറഞ്ഞുകൊണ്ട് അഖ്ബാറുൽ യൗം പ്രസിദ്ധീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. قال الدكتور أحمد كريمة أستاذ الفقه المقارن والشريعة الإسلامية بجامعة الأزهر أن الرسول صلى الله عليه وسلم تزوج من السيدة عائشة وهي بعمر 18 عام. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത് അവരുടെ 18 വയസ്സെങ്കിലും ആയിട്ടാണ് എന്ന കാര്യം വളരെ കൃത്യമാണ്. എന്നാൽ معتبر الحديث عن زواج النبي صلى الله عليه وسلم من السيدة عائشة في 9 من عمرها جهل وكذب وتدليس. അതേ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ അവർ ദാമ്പത്യം ആരംഭിച്ചു എന്നുള്ള വാക്ക്, ആ വാക്ക് ജഹ്ലുൻ വകദിബുൻ, അത് കൃത്യമായും വിഡ്ഢിത്തവും അത് അറിവില്ലായ്മയും വകദിബുൻ പച്ചക്കളവുമാണ്. ഇതാണ് അഖ്ബാറുൽ യൗമിന് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. 2022 ഒക്ടോബർ 15 അഖ്ബാറുൽ യൗം വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ അവരുടെ ദാമ്പത്യം ആരംഭിച്ചു എന്ന് പറയുന്ന വാക്ക് ജഹ്ലുൻ, അത് ജഹ്ലാണ്, അത് പച്ചക്കളവുമാണ്. അതായത് ആര് കളവ് പറഞ്ഞു? അതായത് ഇതിൽ സംബന്ധമായ ചർച്ച നടന്നപ്പോൾ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ആയിഷ ബീവി കളവ് പറഞ്ഞത്, ആയിഷ ബീവി കളവ് പറഞ്ഞു എന്നല്ല,
ഈ പറയുന്നത് ആയിഷ ബീവിക്ക് അവിടെ ഓർമ്മ പിശവ് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് പഠിക്കാൻ ഈ വിഷയത്തിൽ ധാരാളം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കവേ ചില നിർദ്ദിഷ്ട താല്പര്യത്തിന് വേണ്ടി, ചില പ്രത്യേകമായ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ ഇത് പറഞ്ഞു നടക്കുന്നത് കളവാണ്. ഇത് നിലവിലുള്ള ആളുകൾ പറയുന്നത് കളവാണ്. എന്തുകൊണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഓർമ്മ പിശകോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാതെ അങ്ങനെ അവർ പറയില്ല. അവർ കളവ് പറഞ്ഞു ഇവിടെ ആർക്കും വാദമില്ല. പക്ഷെ വസ്തുതകൾ പഠിക്കാൻ നിരവധി കാര്യങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കവേ അതൊന്നും പഠിക്കാതെ ഇതിങ്ങനെ ഏറ്റുപിടിച്ച് പറയുക എന്ന് പറയുന്നത് അത് ജഹ്ലാണ്, അത് കെദ്ബാണ്. ഈ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറയുന്നത് അദ്ദേഹം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പ്രധാനപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, നിരന്തരമായി വഹാബിസത്തോട് ആഗോളതലത്തിൽ കലയിക്കുന്ന പണ്ഡിതനാണെന്ന് മാത്രമല്ല അസർ ഷരീഫിലെ പ്രധാനപ്പെട്ട പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീക്ഷണം ലോകത്തെ പല പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതാണ് എന്ന് മാത്രമല്ല 2016 ചെച്ചിനിയയിൽ വെച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സുന്നി ഇസ്ലാം ഇൻ ഗ്രോസ്നി എന്ന ആ സമ്മേളനം വിളിച്ചു കൂട്ടിയതിന് തന്നെ മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട അഹമ്മദ് കരീമയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നീട് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വിധേയമാവുകയുണ്ടായി. അതായത് മുസ്ലിം ലോകത്തിന് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം വഹാബിസമാണ് എന്നാണ് 2016 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സുന്നി ഇസ്ലാം ഇൻ ഗ്രോസ്നി എന്ന സമ്മേളനത്തിൽ അർത്ഥശങ്കക്കിടമില്ലാതെ നിലവിലുള്ള മുസ്ലിം ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം വഹാബിസമാണെന്ന് വളരെ കൃത്യമായി തീർത്ത് അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല നിരന്തരമായി അദ്ദേഹം വഹാബിസത്തിനെതിരെ ലോകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അസ്സലഫിയ ബൈനൽ അസ്വീലി വദ്ദഖീൽ, അദ്ദേഹം വഹാബിസത്തിനെതിരെ എഴുതിയ ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് അസ്സലഫിയ ബൈനൽ അസ്വീലി വദ്ദഖീൽ. അതേപോലെ മുസ്ലിം ബ്രദർഹുഡിന് എതിരെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ജമാഅത്തുൽ ഇഖ്വാൻ, മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിനെതിരെ ഇഖ്വാൻ മുസ്ലിമിനെതിരെ എഴുതിയ ഗ്രന്ഥവും ലോക പ്രശസ്തമാണ്. അതായത് ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഇന്ന് ലോകത്ത് അംഗീകരിക്കുന്ന അതിപ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ലോകത്തെല്ലാവർക്കും അഹ്മദ് കരീമയെ അറിയാം. അദ്ദേഹം കൃത്യമായി വഹാബിസത്തിനെതിരെ നിരന്തരമായി കലഹിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് പറഞ്ഞത്. ഈ പറയുന്ന 6 കല്യാണം കഴിച്ചു, 9 വീട്ടിൽ കൂടി അവര് ദാമ്പത്യം ആരംഭിച്ചു, എവിടെ വന്നാലും അത് അംഗീകരിക്കാൻ കഴിയൂല. അത് ഇന്ന് നമ്മൾ ആവർത്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇന്ന് ധാരാളം വിഷയങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കവേ അത് പറയുന്നത് ജഹ്ലാണ്, അത് കദിബുൻ, അത് കളവാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അഹ്മദ് കരീം. ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ വന്നപ്പോൾ, കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ ഈജിപ്തിലും മറ്റുമൊക്കെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജാമിഅത്തുൽ അസ്ഹർ ഷരീഫിൽ നിന്ന് ഈ വിഷയത്തിൽ ആദ്യമായൊരു പ്രതികരണം വരുന്നത് 2017-ലാണ്. 2010 മുതൽ ഈജിപ്തിലെ അസ്ഹർ ഷരീഫിലെ അൽ ഇമാമുൽ അക്ബർ പ്രധാനപ്പെട്ട ഇമാം ഷെയ്ഖുൽ അസ്ഹർ ആയി ഇന്ന് വരെ 2010 മുതൽ ഈ 2026 ഇന്ന് വരെയും ഷെയ്ഖുൽ അസ്ഹർ ആയി സേവനമനുഷ്ഠിക്കുന്ന അവിടുത്തെ അൽ ഇമാമുൽ അക്ബർ ഷെയ്ഖുൽ അക്ബർ എന്ന പദവിയിലെല്ലാമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഹറിന്റെ സുപ്രീം കമാൻഡറാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം 2017 വന്നു. അത് ഇന്നും അസ്ഹറിന്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അറബി അറിയാവുന്ന ആർക്കും നിലവിൽ ഇപ്പോൾ ഈ നിമിഷം അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 2017 ഒക്ടോബർ 11 മുതൽ ഇത് അസ്ഹർ ഷരീഫിന്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അത് ഈ സൗത്തുൽ അസ്ഹർ എന്ന അസ്ഹർ ഷരീഫിന്റെ സൈറ്റിൽ ഉണ്ട് ഈ വിഷയം. അവിടെ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അഷാറ ഷെയ്ഖുൽ അസ്ഹർ ഷരീഫ് أن تهديد سن السيدة عائشة رضي الله عنها وقت زواج النبي صلى الله عليه وسلم منها ب5 أو 6 أو 7 أمر صعب جدا. بما النبي صلى الله عليه وسلم തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് വിവാഹം ചെയ്യുന്നത് 5, 6, 7
അതല്ല അതിനപ്പുറമാണോ എന്നുള്ളത് സ്വഅബുൻ ജിദ്ദൻ. അത് ഇന്ന് കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്ന് ഇത് വളരെ ചിന്തിക്കണം. ഇതാരാ പറയുന്നത്? ഈ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ആയിഷ ബിയുടെ വാക്കുകളൊക്കെ ജീവിതം മുഴുവൻ പഠിച്ചും പഠിപ്പിച്ചും കലക്കി കുടിച്ച മനുഷ്യന്മാരാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഇതൊന്നും കാണാത്തവരാണോ? അതായത് ആയിഷ ബിബി ഇന്ന 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിലാണ് ദാമ്പത്യം തുരങ്കേറി എന്ന ആയിഷ ബീവിയുടെ പേരിൽ അവിടെ നിലനിൽക്കുന്ന ആ വാക്ക് പഠിച്ചവരെന്നാണല്ലോ. അതൊക്കെ കലക്കി കുടിച്ച് അതിനപ്പുറം പഠിച്ച് ജാമിയത്തുൽ അസ്ഹർ ഷെരീഫിലെ സുപ്രീം ലീഡറാണ് ഈ മനുഷ്യൻ. അതായത് അസ്ഹർ ഷെരീഫിലെ ഷെയ്ഖുൽ അസ്ഹർ മാത്രമല്ല അൽ ഇമാമുൽ അക്ബർ. അവരാണ് വ്യക്തമാക്കുന്നത് ഇത് മനസ്സിലാക്കിയെടുക്കുക എന്നത് ഇന്ന് വളരെ പ്രയാസകരമായ കാര്യമാണ്. അശ്ശഖ്സിയാത്തുൽ കുബ്റ ഫി താരീഖിൽ ഇസ്ലാമി മിൻ ഉലമാഇ വമുഫക്കരീൻ വഫലാസഫ വഗൈരിഹിം ഹത്ത الذين عاشوا في القرن الخامس الميلادي يصعب جدا. അതായത് ആ 5-ാം നൂറ്റാണ്ടിലും മറ്റൊക്കെ ജീവിച്ച ആളുകളുടെ താരീഖുൽ മീലാദ് കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. أن تعثر على تاريخ واحد أو سنة واحدة لتاريخ ميلاده ولقد شقيت من أجل أن أعثر على سنة واحدة تحديد تاريخ ميلاد الفيلسوف الذي كان موضوع رسالة الدكتورة الخاصة بي. ഞാൻ ഡോക്ടറേറ്റിന് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു തത്വചിന്തകന്റെ മായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ തത്വചിന്തകന്റെ താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ സംഗതിയായി. അത് 1 മുതൽ 10 വരെ അഭിപ്രായങ്ങൾ ഉണ്ടായി. പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ ഉണ്ടായി. അതിന് അക്കാലഘട്ടത്തിന് എന്നാണ് ഇവർ ജനിച്ചത് എന്നത് മനസ്സിലാക്കിയെടുക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ ഈ മനുഷ്യന്മാർ വാദിക്കുന്നത്? ആയിഷ ബിബിക്ക് നബി കല്യാണം കഴിച്ചപ്പോൾ 6 വയസ്സ് 5 വയസ്സ് 7 വയസ്സൊക്കെ. ഇന്ന് ഇവർ പറയാൻ എന്ത് ന്യായമാണ് അത് കൃത്യമാക്കാൻ? എന്ത് ന്യായമാണ് ഇവർക്ക് പറയാൻ കഴിയുക? അതുകൊണ്ട് ആയിഷ ബിബിയെ 6-ാം വയസ്സിൽ റസൂൽ കെട്ടി 9-ാം വയസ്സിൽ ആയിഷ ബിബിയുമായി ദാമ്പത്യം ആരംഭിച്ചു എന്നത് ഇന്ന് മനസ്സിലാക്കാൻ എടുക്കാനേ കഴിയാത്ത ഒരു വിഷയമാണ്. അവിടെ ഒരിക്കലും അവിടുന്ന് വിട്ടുപോകാതെ അത് അങ്ങനെ തന്നെയാണ് എന്ന് വാദിക്കാൻ കൃത്യമാക്കാനോ ഇന്ന് ഒരാൾക്കും കഴിയില്ല. ഇതാണ് 2017 മുതൽ ഈ സ്റ്റേറ്റ്മെന്റ് 2017 ഒക്ടോബർ 11-ാം തീയതി മുതൽ സൗത്തുൽ അസ്ഹർ എന്ന അസ്ഹർ ഷെരീഫിന്റെ സൈറ്റിൽ ഈ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ട്. ഇന്നുമുണ്ട്. പഠിക്കുന്നവർക്കും പരിശോധിക്കുന്നവർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 2017 അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 2022 അദ്ദേഹം കാര്യത്തെ വളരെ കൃത്യമാക്കി പറയുന്നുണ്ട്. കാരണം ഭൗതികവാദികൾക്ക് ഈ വിഷയത്തിൽ പഠിച്ച് മറുപടി കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല ഈ വിഷയം പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. 2017 5 വർഷങ്ങൾക്ക് ശേഷം ഈ മഹാപണ്ഡിതൻ ഈ വിഷയത്തിൽ വളരെ വളരെ വലിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് തീർപ്പ് കൽപ്പിക്കുകയാണ്. 2022 ജൂൺ മാസത്തിൽ അദ്ദേഹം ജൂൺ 19 അൽവത്തൻ പത്രം അദ്ദേഹത്തിന്റെ തീർപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്താണ് ഹെഡിങ്? ഹൽ തസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സയ്യിദത്തി ആയിഷ ഫീ സിന്നി 9 സനവാത്ത്. ചോദ്യചിഹ്നം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിയെ കെട്ടിയത് 9 വയസ്സിലോ? ഷെയ്ഖുൽ അസ്ഹർ യഹ്സിമുൽ ജദൽ. ഈ വിഷയത്തിൽ ഉള്ള തർക്കത്തിന് ഷെയ്ഖുൽ അസ്ഹർ തീർപ്പ് കൽപ്പിക്കുന്നു. അതായത് ഇനി അതിൽ തർക്കം വേണ്ട. ഈ വിഷയത്തിന്റെ അന്തിമമായ വാക്ക് തീർപ്പ് കൽപ്പിച്ചു പറയുന്നു ഷെയ്ഖുൽ അസ്ഹർ യഹ്സിമുൽ ജദൽ. ഈ തർക്കത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അസ്ഹർ അൽ ഇമാമുൽ അക്ബർ ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചു പറയുന്നു, തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽവത്തൻ പത്രം 2022
ജൂൺ 19 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. وفي المقابل رد الإمام الأكبر الدكتور أحمد الطيب شيخ الأزهر على ما أثير حول جدال زواج النبي صلى الله عليه وسلم من السيدة عائشة وهي 9 سنوات. ഇമാമുൽ അക്ബർ അഹ്മദ് ത്വയ്യിബ് ഷെയ്ഖുൽ അസ്ഹർ അദ്ദേഹം തള്ളിക്കളഞ്ഞു അലാമ ഉസീറ ഹൗല ജദൽ സിവാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 വയസ്സിലാണ് ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് എന്ന് ഭൗതികവാദികൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന പ്രൊപ്പഗണ്ടക്ക് അഹ്മദ് ത്വയ്യിബ് ആ പ്രൊപ്പഗണ്ടയെ തള്ളിക്കളഞ്ഞു. ദായിമൻ ഖായിലൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്താ ദായിമൻ മാ യുസാറു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തസവജ മിന സയ്യിദത്തി ആയിഷ റളിയല്ലാഹു അൻഹാ വഹിയ സഗീറ ബിൻതു 9 സനവാത്ത്. 9 വയസ്സിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി ദാമ്പത്യ ബന്ധം ആരംഭിച്ചത് എന്ന് വളരെ വലിയ പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കി നടക്കുന്ന ഭൗതികവാദികൾ അത് പറയുന്നത് 100% തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് 6-ാം വയസ്സിലല്ല കല്യാണം കഴിക്കുന്നതും 9-ാം വയസ്സിലല്ല അവരുടെ ദാമ്പത്യം ആരംഭിക്കുന്നതും. ആ വിഷയത്തിൽ ഭൗതികവാദികൾ കൊണ്ടുവരുന്ന പ്രൊപ്പഗണ്ട 100% തെറ്റാണ്, അബദ്ധ ജഡിലമാണ്. അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയം ഈ വിഷയത്തിൽ വലിയ വലിയ പഠനങ്ങൾ ഞാൻ നടത്തി. പ്രത്യേകിച്ച് മഹാപണ്ഡിതനായ മഹാതത്വചിന്തകനായ അബ്ബാസ് അഖാദിന്റെ ഗ്രന്ഥം വരെ ഈ വിഷയത്തിൽ ഞാൻ പരിശോധിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട സത്യം, യാഥാർത്ഥ്യം, അന്ന സയ്യിദ ആയിഷ ഹീന തസവജത് മിന റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹിതയാവുന്നത് അതായത് സിവാജ് നടക്കുന്നത് പോലും കാന ലാ യഖിൽ ഉംറുഹാ അൻ 13 ഇലാ 16 സന, 13-16 ആ ഒരു സമയമാണ്. 13 മുതൽ 16 വരെയുള്ള സമയമാണ് വിവാഹം നടക്കുന്നത്. അതാണ് നേരത്തെ അഹമ്മദ് കരീമയും പറഞ്ഞത് 16-ലാണ് വിവാഹം നടക്കുന്നത് എന്ന്. അതായത് അത് കഴിഞ്ഞ് പിന്നെ 2-3 വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ തമ്മിൽ ദാമ്പത്യം തുടങ്ങുന്നത്. അപ്പൊ പറഞ്ഞ ക്ലിയറായി. എങ്ങനെ 16 വയസ്സോളം ആകാം വിവാഹം നടക്കുമ്പോൾ തന്നെ 18-നോ അതിനു മുകളിലോ ആണ് അവർ തമ്മിലുള്ള ദാമ്പത്യം ആരംഭിക്കുമ്പോൾ. അതാണ് യാഥാർത്ഥ്യം. അതിൽ യാതൊരു തർക്കവും ഇല്ല, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇത് അബ്ബാസുൽ അഖാദിനെ ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അബ്ബാസുൽ അഖാദ് എന്ന വ്യക്തി ലോക പ്രശസ്തനായ ഒരു തത്വചിന്തകനും ഈജിപ്ഷ്യൻ തത്വചിന്തകനും വലിയ ഒരു ഉന്നതനായ വ്യക്തിയുമാണ്. ഈ അനവധി വിഷയങ്ങൾ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. AD 1889-ലാണ്, അതായത് 1889-ലാണ് അദ്ദേഹത്തിന്റെ ജനനം. മരണം 1964-ലാണ്. 1964-ൽ മരിച്ചു അബ്ബാസുൽ അഖാദ്. അബ്ബാസുൽ അഖാദിന്റെ അസ്സുദ്ദീഖ ബിൻതു സിദ്ദീഖ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ ഫ്രണ്ട് പേജാണ് ഇത്. അസ്സുദ്ദീഖ. ഇവിടെ അബ്ബാസുൽ അഖാദിനെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഞാൻ അബ്ബാസുൽ അഖാദ് അടക്കമുള്ള പലരെയും ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചു. അതായത് 2017-ൽ ഇത് പഠിച്ചെടുക്കൽ പ്രയാസകരമാണെന്ന് പറഞ്ഞ ഷെയ്ഖുൽ അസ്ഹറായ ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ് 2022-ൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് എന്ത്. ഞാൻ ഈ വിഷയത്തിൽ വലിയ പഠനം ഈ 5 കൊല്ലത്തിനിടയിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അബ്ബാസുൽ അഖാദ് എന്ന മഹാപണ്ഡിതന്റെ മഹാഗവേഷകന്റെ അസ്സുദ്ദീഖ ബിൻത് സിദ്ദീഖ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ വളരെ വലിയ പഠന വിധേയമാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വിവാഹത്തിൽ തന്നെ 13-16 ഇട. അപ്പോൾ മറ്റു പണ്ഡിതന്മാർ പറയുമായി യോജിച്ചു. അപ്പോൾ പിന്നെ അവർ തമ്മിൽ ദാമ്പത്യം തുടങ്ങുന്നതോ 18-നും അതിനു മുകളിലും. അപ്പോൾ വിഷയങ്ങൾ ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട്
ഈ വിഷയത്തിൽ ഇസ്ലാമിനെ പൊളിക്കാൻ നടക്കുകയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാനും ജനമധ്യത്തിൽ ആക്ഷേപിക്കാനും മുസ്ലിം യുവാക്കളുടെ ഈമാൻ തെറ്റിക്കാനും നടക്കുന്നവർ പറയുന്നത് 100% കളവാണ്. ആരാണിത് പറയുന്നത്? ഇന്നീ സുന്നി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതരിൽ ഒരാളായ ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ്. അദ്ദേഹം ഇന്നും അസർ ഷരീഫിന്റെ ഗ്രാൻഡ് മുഫ്തിയാണ്, അലിമാമുൽ അക്ബർ ആണ്, ഷെയ്ഖുൽ അസ്ഹർ ആണ്. ആ വ്യക്തിയാണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അതായത് ഇതെല്ലാം വളരെ വ്യക്തമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആർക്കും ഇതൊക്കെ ഇപ്പോഴും പഠിക്കാം. പഴയ കാലത്ത് 35-45 കൊല്ലം മുമ്പ് ഏതോ ദർസിൽ നോക്കിയിട്ട് ഇപ്പോഴും പാടി നടക്കേണ്ട. അന്ന് അതിന് പ്രശ്നമൊന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബഹളാണ് ഹബീബ നബിക്കെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളൊരു കളവുണ്ടാക്കല്ല ചെയ്യുന്നത്, നമ്മളത് പഠിച്ചൊരു സത്യത്തിൽ എത്തിച്ചേരുക. അപ്പോൾ ആ സത്യത്തിൽ എത്തിച്ചേർന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക സ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണല്ലോ ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹർ ആണ്, അലിമാമുൽ അക്ബർ ആണ് അസ്ഹറിന്റെ. ആ മനുഷ്യൻ തീർപ്പ് കൽപ്പിച്ച് പറയാണ്, ഒരിക്കലും ഈ വിഷയം 6-ന്റെയും 9-ന്റെയും ഇടയിലല്ല, ഇത് 16 എങ്കിലും ആണ് വിവാഹം. പിന്നെയോ അവർ തമ്മിൽ വീട്ടിൽ കൂടി ഒരു റൂമിൽ താമസിക്കുമ്പോൾ പിന്നെയും 2-3 കൊല്ലം കഴിഞ്ഞു, 18-നോ 19-നോ ഇതിനോ അപ്പുറത്തോ ആയിരിക്കാം. ഇതാണ് ഈ വിഷയത്തിൽ തീർപ്പ്. 6-9 തള്ളിക്കളയേണ്ടതാണ്. അതെവിടെയാണെങ്കിലും അത് തള്ളിക്കളയേണ്ടതാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ പിന്നെ മറ്റൊരു അയാഥാർത്ഥ്യം എന്നല്ല ഇതിന്റെ അർത്ഥം. ഹക്കീക്കത്ത് ഇങ്ങനെയാണ്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ് ഉസ്താദുമാരെ? അത് നിങ്ങൾ പറയും. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു തള്ളിക്കളയേണ്ടതാണെന്നല്ലേ എന്റെ അർത്ഥം. അതല്ലേ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. ഈ റിവായത്ത് ദുർബലമാണ്. എന്നെ ചെണ്ട കൊട്ടിയ ആളുകൾ കാര്യമായി ഉദ്ധരിച്ചത് ബുഖാരിയിൽ കിടക്കുന്ന ഒരു വാക്ക് ഞാൻ ദുർബലമാണെന്ന് പറഞ്ഞല്ലേ. അവർ പറഞ്ഞത് ഇതാണ് യാഥാർത്ഥ്യം, മറ്റൊരു അതിന്റെ അർത്ഥം പൊളിഞ്ഞു, അതില്ലാത്ത യാഥാർത്ഥ്യമാണ്. ഒന്ന്, നേരത്തെ അഹമ്മദ് കരീം എന്താ പറഞ്ഞത്? അത് ജഹ്ലുൻ വഖിർബുൻ, അത് വിഡ്ഢിത്തരമാണ്, നുണയാണ്. മറ്റൊരു പ്രധാന സുന്നി പണ്ഡിതനാണ്, ഈജിപ്തിലെ പ്രധാനപ്പെട്ട അസ്ഹരി പണ്ഡിതന്മാരിൽ ഒരാളും മുഹദ്ദിസും, ഈജിപ്ത് ഗവൺമെന്റിന്റെ സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് അംഗവും, അതായത് ഉലൂം മജ്ലിസിൽ അഅ്ലാ ലിശ്ശുഊനിൽ ഇസ്ലാമിയ, അതായത് ഈജിപ്തിൻ എൻഡോമെന്റ് മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട അംഗവും ഇമാമും പ്രഭാഷകനും പ്രൊഫസറും എല്ലാമായ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഖാലിദുൽ ജിൻദി. അദ്ദേഹം ഇതേ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളാണ്. അദ്ദേഹം പ്രഗത്ഭനായ സുന്നി പണ്ഡിതനാണെന്ന് മാത്രമല്ല, ഈജിപ്തിലെ ഏറ്റവും അറിയപ്പെട്ട, അതായത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉലൂൽ മജ്ലിസിൽ അഅ്ലാ ലിശ്ശുഊൻ ഇസ്ലാമിയ, അതിൽ പ്രധാനപ്പെട്ട അംഗമാണ് അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട സുന്നി ലോകത്തറിയപ്പെട്ട പ്രധാനപ്പെട്ട സുന്നി പണ്ഡിതരിൽ ഒരാളാണ് ഖാലിദുൽ ജിൻദി. അദ്ദേഹത്തിന്റെ വീക്ഷണവും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് അവർക്ക് 16-17 വയസ്സുണ്ടായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 20-നോ അതിന്റെ മുകളിലോ വയസ്സുണ്ടായിരുന്നു എന്നുമുള്ള അഭിപ്രായമാണ് ഖാലിദുൽ ജിൻദിയുടെ പ്രധാനപ്പെട്ട അഭിപ്രായം. കൂട്ടത്തിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട, അദ്ദേഹം ഈജിപ്തിൽ എന്ന് മാത്രമല്ല ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഈജിപ്തിലെ അദ്ദേഹത്തിന്റെ ഒരു ആഴ്ചയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണമാണ് ലഅല്ലഹും യഫ്ഖഹൂൻ. 63 ലക്ഷം പ്രേക്ഷകരാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഈ ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന ഷെയ്ഖ് ഖാലിദുൽ ജിൻദിയുടെ ഈ പ്രഭാഷണം ശ്രവിക്കുന്നവർ ലോകത്ത് 63 ലക്ഷത്തിലേറെ ആളുകളാണ്. അദ്ദേഹത്തിന് DMC TV ചാനൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന പ്രഭാഷണം വീക്ഷിക്കുന്നവർ ലോകത്ത് 63 ലക്ഷം ആളുകൾ സ്ഥിരം പ്രേക്ഷകരാണ്. അദ്ദേഹം ഈ ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന പരിപാടിയിൽ പല തവണയും ഈ വിഷയം പറഞ്ഞു. ഒരു തവണയും 2 തവണയല്ല, പല തവണ ഒരു ജീവിതത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഈ മഹാപണ്ഡിതൻ സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ്
ഒരിക്കലും ആ കളവ് പറഞ്ഞ് നടക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അതായത് 17-18 പ്രായമായിട്ടുണ്ട്. അവർ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ 20 അതിന്റെ മുകളിലോ ഉണ്ട് എന്ന ഈ വിഷയം ലോകത്ത് മുന്നിൽ വെക്കുകയും സമർത്ഥിക്കുകയും അതിനുവേണ്ടി ധാരാളം പരിപാടികൾ നടത്തുകയും ചെയ്ത ആളാണ് ഖാലിദുൽ ജുൻദി. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അല്പഭാഗം നമുക്കൊന്ന് കാണാം. مع أني أختلف معك يا دكتور رمضان، لأننا لا أؤمن أبدا أن النبي صلى الله عليه وسلم بنى بعائشة وهي بنت 9 سنين. والكلام ده قلته مع الأستاذ الإعلام الكبير عمرو أديب لما كنت في الأوربت معاه من أكتر من 20 سنة. من أكتر من 20 سنة، يمكن كنت أول واحد يعلن الكلام ده على الهواء مباشرة. وعملت بحث لطيف فيه قوي، والبعض بعد كده قفز عليه وقعد يقول لك انا اللي اكتشفته. مفيش اكتشاف ولا بس هو بالمناسبه مش مهم من يحمل المشعل، المهم ان يبقى منيرا يعني. فانا عاوز اقول انه من اكتر من 20 سنه وقلت انه لا يمكن ابدا طبقا لاسباب كثيره جدا انه النبي اتجوز عائشه عندها 9 سنين. لا، هي عائشه كان عندها اغلب تقدير من 17 ل 18 سنه يوم بنى بها النبي صلى الله عليه وسلم. وذكرت في هذا ادله. ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വ്യക്തമായി ധാരാളം തവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണിത്. അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9-ാം വയസ്സിലാണ് അവരുമായി ദാമ്പത്തിക ശാരീരിക ജീവിതം ആരംഭിച്ചു എന്നുള്ളത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാനേ കഴിയാത്ത ഒരു കാര്യമാണ്. വിവാഹം നടക്കുമ്പോൾ 17-18 വയസ്സ്, ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 20-20-ലേറെയോ, അതല്ലാതെ എനിക്ക് അംഗീകരിക്കാനേ കഴിയൂല. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി ഈ മഹാപണ്ഡിതൻ ഖാലിദുൽ ജുൻദി പറയുന്നത് വ്യക്തമായി നിങ്ങൾ കേൾക്കുകയാണ്. ഇത് അദ്ദേഹം ധാരാളം ഈ വിഷയത്തിൽ കൊടുത്തത് പത്രങ്ങൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ, പ്രധാനപ്പെട്ട ഈജിപ്തിലെ പത്രങ്ങളിൽ ഒന്നാണ് അൽ യൗമുസ് സാബിയ. ആ യൗമുസ് സാബിയ അദ്ദേഹത്തിന്റെ 2019 അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഖാലിദുൽ ജുൻദി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ്. സിവാജുൽ ഖാസിറാത്തി ഹറാം വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ സയ്യിദ ആയിഷ വലം തകുൻ തുഫ്ല. അതായത് ശൈശ വിവാഹം തീർച്ചയായും ഹറാമാണ്. അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അൽ യൗമുസ് സാബിയ എന്ന ഈജിപ്തിലെ പത്രം 2019 ജനുവരി 10 വ്യാഴാഴ്ച ദിവസം ഇറങ്ങിയ പത്രം അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ വലിയ പ്രാധാന്യത്തോടുകൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഈജിപ്തിലെ പ്രധാനപ്പെട്ട പത്രമായ ദുനിയൽ വതനിൽ വരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഖാലിദുൽ ജുൻദി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ സയ്യിദ ആയിഷ വഹിയ ബിൻതു 17 ആം. ഖാലിദുൽ ജുൻദി വ്യക്തമാക്കുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ, വീട്ടുകുടുംബമല്ല, നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആയിഷ ബീബിക്ക് 17 വയസ്സ് ഉണ്ട്. പിന്നെ ഒരു 20 അതിന് മുകളിലോ ആണ് ആയിഷ ബീവിയും നബിയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ആരംഭിക്കുമ്പോൾ 20 അതിന് മുകളിലോ ഉണ്ട്. അതായത് ഈ വിഷയം ലഅല്ലഹും യഫ്ഖഹൂൻ قال الشيخ خالد الجندي عضو المجلس الاعلى للشؤون الاسلاميه എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം DMC ചാനലിൽ വന്ന അത് പത്രം കൊടുക്കുന്ന വതാബ അൽ ജുൻദി ഖിലാല ഹൽഖത്തി ബർനാമജ് ലഅല്ലഹും യഫ്ഖഹൂൻ. ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന ടെലിവിഷൻ പരിപാടിക്ക് ഇടയിൽ അദ്ദേഹം പറഞ്ഞു, അന ലാ ഉമിനു ബിസിവാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആയിഷ വഹിയ ഫിത്താസിഅതി മിനൽ ഉംരി. അന ലാ ഉമിനു, ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല, ബിസിവാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സയ്യിദത്തി ആയിഷ, ആയിഷ ബീവിയെ ഫിത്താസിഅതി മിനൽ ഉംരി 9-ാം വയസ്സിലാണ് ഹബീബ റസൂലുള്ളാഹി വിവാഹം കഴിച്ചത് എന്നത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എങ്കിലും കാനത്ത് തഖരീബൻ ബിൻത് 17 ഔ 18 സന. അതായത് കല്യാണം കഴിക്കുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബ റസൂലുള്ളാഹിക്ക് അവരെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ 17-18 വയസ്സുണ്ട്. لأدلة كثيرة منها أنها كانت مخطوبة قبل النبي صلى الله عليه وسلم. നേരത്തെ അവര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്ന മുമ്പ് വേറൊരു വിവാഹം നിശ്ചയിക്കപ്പെട്ടതാണ് ജുബൈർ ഇബ്നു മുത്ഇം എന്ന വ്യക്തിയുമായി.
നേരത്തെ തന്നെ ഹബീബ ആയിഷ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ കരാറായിട്ടുണ്ട് ജുബൈർ ബിൻ മുത്തഇമിന്. പിന്നീട് ആ ബന്ധത്തെ പിന്നെ ദുർബലപ്പെടുത്തപ്പെട്ടു ഇസ്ലാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പ്രവേശിച്ച കാരണത്താൽ അത് പിന്നെ ദുർബലപ്പെടുത്തി പിന്നെ പുതിയ നിക്കാഹ് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ 6-ാം വയസ്സിലാണ് റസൂൽ കല്യാണം കഴിക്കണമെങ്കിൽ 3-ലോ 4-ലോ 5-ലോ ഒക്കെ തന്നെ ജുബൈർ ബിൻ മുത്തഇമിന് കെട്ടിച്ചു കൊടുക്കാൻ കരാറായിരുന്നു എന്ന് പറയുന്നത് എന്തൊരു തരം വിഡ്ഢിത്തമാണ്! അതൊരിക്കലും ശരിയല്ല. ധാരാളം തെളിവുകൾക്കിടയിൽ പറഞ്ഞ ഒരു തെളിവാണ് അത് എന്ന് അൽ വത്തൻ പത്രം, ദുനിയൽ വത്തൻ പത്രം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ലഅല്ലഹും യഫ്ഖഹൂൻ 63 ലക്ഷത്തിലേറെ പ്രേക്ഷകരുള്ള ആ പരിപാടിക്കിടയിൽ അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്രം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലോകത്തിൽ പണ്ഡിതനാണ് സലാഹുദ്ദീൻ ഇദ്ലിബി. അദ്ദേഹം മൊറോക്കോയിലെ വിഖ്യാതമായ ദാറുൽ ഹസനിയയിൽ നിന്ന് 1980 ഹദീസ് ശാസ്ത്രത്തിൽ PhD നേടിയ പണ്ഡിതനാണ്. മാത്രമല്ല ലോകത്തെ അടിസ്ഥാനപരമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായ ഖറവീൻ യൂണിവേഴ്സിറ്റിയിൽ ഹദീസ് വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. മാത്രമല്ല ലോകത്ത് അറിയപ്പെടുന്ന, അതായത് സനദുകളിലും മത്തനുകളിലും ഗവേഷണത്തെ ലോകത്തെ എണ്ണപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. നേരത്തെ അദ്ദേഹത്തെ ഞാൻ ഉദ്ധരിച്ച് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇദ്ലിബി വഹാബിയാണ്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറയാനില്ല. ഇന്ന് ലോകത്തെ അശ്അരി പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് സലാഹുദ്ദീൻ ഇദ്ലിബി, തർക്കമില്ല. അതേ സമയത്ത് ഫിഖ്ഹിലെ തഖ്ലീദ് അഖീദയിലില്ല. അശ്അരി ആകുമ്പോൾ തന്നെ ഫിഖ്ഹിലെ ശാഫിഈ എന്ന് പറയുമ്പോൾ അതായത് ഫിഖ്ഹിലെ അതേ തഖ്ലീദ് അഖീദയിലില്ല എന്നത് സുവിദിതമായ സത്യമാണ്. അപ്പോൾ അശ്അരി തന്നെയാണ് അദ്ദേഹം, യാതൊരു തർക്കമല്ല. ഒരിക്കലും അദ്ദേഹം വഹാബി അല്ല. അശ്അരിയത്തിന് വേണ്ടി, അശാഇറത്തിന് വേണ്ടി ലോകത്തിന് വാദിക്കുന്ന മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനിൽ ഒരാളാണ് സലാഹുദ്ദീൻ ഇദ്ലിബി. അപ്പൊ അദ്ദേഹം ഇതുപോലും മനസ്സിലാക്കാതെ ചില ആളുകൾ എനിക്കെതിരെ ഈ വിഷയത്തിൽ ഇദ്ലിബി വഹാബിയാണ്, ഇദ്ലിബിയെ ഉദ്ധരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവരോടൊന്നും മറുപടി പറയാൻ നമുക്ക് വാക്കുകളില്ല. എന്തുകൊണ്ട്? അതൊക്കെ അടിസ്ഥാന വസ്തുത പോലും മനസ്സിലാക്കാതെ പറയുന്ന വാക്കുകളാണ്. അതിന് മറുപടിയും ഞാൻ പറയുന്നില്ല. അപ്പൊ ലോക പ്രശസ്ത അശ്അരി ശാഫിഈ പണ്ഡിതരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇദ്ലിബി. ഞാൻ ഭംഗ്യം തരേണ കൂട്ടത്തിൽ നേരത്തെ ഇദ്ലിബിയെ കുറിച്ച് വിശദമായി അദ്ദേഹത്തിന്റെ ചർച്ച ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ ഭംഗ്യം തരേണ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉംറു സയ്യിദ ആയിഷ യൗമൽ അഖ്ദി വയൗമൽ സിവാജ് എന്ന അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായി പുറത്തുവിട്ട പഠനത്തിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഹദീത്തുൽ വാരിദു ഫീ തഹദീരി ഉംരി ആയിഷ ബി 6 സനവാത്തിൻ യൗമൽ അഖ്ദി, വിവാഹം നടക്കുമ്പോൾ 6 ആണെന്നും വബി 9 സനവാത്തിൻ യൗമൽ സിവാജി സഹീഹുൽ ഇസ്നാദി, അത് സനദ് സഹീഹ് തന്നെ. വലാകിന്നഹു മുഖാലിഫുൻ ലിൽ ഖറാഇൻ താരീഖിയത്തി സാബിത, അത് താരീഖിൽ വന്ന കൃത്യമായി ബോധ്യപ്പെട്ട സത്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അതൊരു ധാരണപ്പുറത്തെ ആയിഷ ബീവി പറഞ്ഞതാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. الأئمة رحمهم الله أن الحديث إذا خالف متنه ما هو أقوى ثبوتا منه من ثوابت التاريخ, താരീഖിൽ ബലപ്പെട്ട സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ഒരു സഹീഹ് ഒരു ഹദീത്തിന്റെ മത്ന് വന്നാൽ അതിന്റെ സനദ് സ്വഹീഹാണെങ്കിൽ പോലും ഫഇന്നഹു യുറദ്ദു, ആ വാക്ക് തള്ളപ്പെടേണ്ടതാണ്. അത് തള്ളപ്പെടേണ്ടതാണ്. അതൊരു കലനിൽ പറഞ്ഞതായിരിക്കാം, അത് തള്ളപ്പെടേണ്ടതാണ്. അതൊരിക്കലും അംഗീകരിക്കപ്പെടേണ്ടതല്ല എന്ന് വളരെ വ്യക്തമായി ഈ പഠനത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്.